ഇന്ന് നമ്മൾ അച്ചാറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാന്ന്. അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മളിവിടെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പാവയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കുറേ പാവയ്ക്ക ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറേ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടുവരില്ല. അല്ലെങ്കിൽ പിന്നെ പാവയ്ക്ക ആവി കയറ്റിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വരെ വേണമെങ്കിലും അത് കേടുവരാണ്ടിരിക്കുമല്ലോ. നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോകാത്ത സ്ഥലത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക ഒരു വർഷം വരേക്ക് ഇപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് ഈ വിൻ്ററിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്ത് വയ്ക്കുന്നതാണ്. ഞാനും അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്ത് വയ്ക്കാറുള്ളൂ. ഞാൻ കുറച്ച് പാവയ്ക്ക എടുത്തിട്ട് അതേപോലെ ആവി കയറ്റിയിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. എന്നിട്ട് സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അതെടുത്തിട്ട് അത് വെച്ചിട്ട് തോരന് എന്തെങ്കിലും ഉലർത്തിയിട്ട് എടുക്കുക, മെഴുക്ക് വരട്ടി എന്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പാവയ്ക്ക കുറേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് വെച്ചിട്ട് നമ്മൾ പാവയ്ക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ പാവയ്ക്ക അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലർക്ക് പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ പാവയ്ക്ക അച്ചാറും കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പാവയ്ക്ക അച്ചാർ ഒട്ടും കയ്പില്ലാണ്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന പാവയ്ക്ക അച്ചാർ കേട്ടോ. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും ഉറപ്പായിട്ട് നല്ല ഇഷ്ടമാവും. കാരണം ഒട്ടും കയ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 3.5 കിലോ പാവയ്ക്കായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാവയ്ക്ക ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുമല്ലോ. പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3.5 കിലോ പാവയ്ക്കല്ലേ ഉണ്ടായിരുന്നു പറഞ്ഞത്. അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറേ ഉണ്ട്. അപ്പോൾ കാരണം ഇത് ഫസ്റ്റ് നമുക്കൊന്ന് ഓയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് 2-3 ട്രിപ്പൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 2 കിലോ പാവയ്ക്കാണ് എടുത്തേക്കുന്നത്. കുറച്ച് ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 കിലോ ഉണ്ട്. ബാക്കി 1.5 കിലോ ഞാനവിടെ ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ചീനിച്ചട്ടിയിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ പാവയ്ക്ക ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് എടുക്കാന്ന് പറയില്ല, അതെ വേവിക്കൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മളത് കോരിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വെച്ചിട്ട് അച്ചാർ ഇടുന്നത്. അപ്പോൾ പാവയ്ക്കൊക്കെ ആയിരുന്നാലും ഒട്ടും എന്താ പറയുക ഒട്ടും കയ്പുണ്ടാവുകയും ചെയ്യില്ല. പാവയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കേടുവരികയും ചെയ്യില്ല, കുറേ നാൾ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വാട്ടിയിട്ട് എടുക്കാം ഫസ്റ്റ്. അപ്പോൾ പാവയ്ക്ക ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. ഇങ്ങനെ ഭയങ്കര കനം കുറച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ. അപ്പോൾ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഇതേപോലത്തെ 2 കൂട് വെളുത്തുള്ളി. ഇത് കുറച്ച് വലുതാട്ടോ. വെളുത്തുള്ളി ഇപ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഒരുപാട് കുറയണ്ട, പക്ഷേ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല, നല്ലത് അച്ചാറിന്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊണ്ടയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടല്ലോ കേട്ടോ കറക്കിയിട്ട് എടുത്തത്. ഇതേപോലെ വലിയ ജാറിലിട്ടിട്ടാണ് എടുത്തത്. കാരണം ചെറിയ ജാറിലാകുമ്പോൾ കുറച്ചല്ലേ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്ത പോലെ കിട്ടൂല. അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുക. ശരിക്കും അച്ചാറിൽ ഇതേപോലെ തന്നെ ക്രഷ് ചെയ്തിട്ട് ഇടുന്നതിന് എപ്പോഴും നല്ലത്. അപ്പോൾ അത് നമ്മുടെ അച്ചാറിൻ്റെ കഷ്ണത്തിൻ്റെ കൂടെ അത് അങ്ങോട്ട് ചേർന്ന് പൊക്കോളും. പിന്നെ ഇതാകുമ്പോൾ എളുപ്പമാണ് താനും, കാരണം കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്ക് നമുക്ക് ഉലുവയും വേണം, കായവും വേണം. നമ്മുടെ കോഴികളോട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉലുവ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഉലുവ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കണം, എന്നിട്ട് പൊടിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചിട്ട് എടുക്കാനും പറ്റും. ഒന്ന് ചൂടാക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുകയും ചെയ്യും. ഉലുവ പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ അമ്മിക്കല്ലും വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊടിച്ചിട്ട് എടുക്കുക. നല്ല നൈസായിട്ട് പൊടിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കായം വറുത്ത് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ
ഫ്രഷ് ആയിട്ടുള്ള കായാണ് എടുത്തേക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള കായ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കട്ടെ. അപ്പോഴായിരിക്കും നമ്മുടെ അച്ചാറിന് കായത്തിൻ്റെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ കായത്തിൻ്റെ ഇതേപോലെ കട്ടയായിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ അതാ ഇത്രയ്ക്കുള്ള ഒരു കായത്തിൻ്റെ കഷ്ണമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് കായം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്യാട്ടോ. അപ്പോൾ ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇത്രയ്ക്കുള്ള ഒരു കായത്തിൻ്റെ കഷ്ണമായിട്ട് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു കഷ്ണമാണ്, കാരണം നമ്മൾ 2 കിലോ പാവയ്ക്ക എടുത്തിട്ടില്ലേ. അപ്പോൾ ഇത് ഞാനൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് 2 അല്ലെങ്കിൽ ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇത് പുതിയത് വാങ്ങിച്ച കായ, അതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക, വലിയൊരു റോക്ക് പോലെ ഭയങ്കര ഹാർഡായിട്ട് ഭയങ്കര കല്ല് പോലെയോ. ഇതാ അപ്പോൾ നമ്മുടെ കായം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കായം പൊടിച്ചെടുക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ കായം പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കല്ലുമ്മ വെച്ചിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഇത് ശരിക്കും അങ്ങോട്ട് എന്താ ഒരു പശ പോലെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് മൊരിയാനുണ്ട്, എന്നാലും നമുക്ക് ശരിക്കാണ്ട് പൊടിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അച്ചാറിൽ കട്ട പിടിച്ച പോലെ കിടക്കും. അപ്പോൾ ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞോളൂ. അച്ചാറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് തീർന്നു പോയിട്ടാണ്. ഞാനല്ലെങ്കിലും ഇത് എന്ന് തീരുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് തീർന്നു. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിൽ കൊണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാചകം നമുക്ക് റെഡിയാക്കാം. ഇത് ഇനിയിപ്പോൾ നമ്മൾ കുറ്റി ഇവിടെ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് വേറെ നിറച്ചൊരു കുറ്റി കിട്ടും. ഞാനിപ്പോൾ എന്തായിരുന്നാലും പോകണില്ല. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിൽ പോയിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. ഇനി ഒരു പണിയുണ്ട്, ഈ സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ടേക്ക് എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക വാട്ടിയെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം അളവിൽ ഉപ്പ് ചേർക്കാം. വെള്ളമായിരുന്നാലും വെള്ളത്തിനൊരു കറക്റ്റ് ഒരു അളവില്ല, നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ പാവയ്ക്ക ഇടാൻ വേണ്ടിയിട്ട് പോകട്ടെ. നമ്മൾ പാവയ്ക്ക ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് മതി കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ തന്നെ കോരി മാറ്റാം. നോക്കിക്കേ, നല്ല തള വന്നിട്ടില്ലേ, അത്രയ്ക്ക് ആവശ്യമുള്ളൂ കേട്ടോ. കുറേ നേരം ഇട്ടിട്ട് തിളപ്പിച്ച് അതിനെ വെന്ത് കുഴച്ചിട്ടെടുക്കരുത്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ നമുക്ക് അച്ചാറിലേക്കുള്ള നമ്മുടെ മസാല നമുക്ക് റെഡിയാക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ പാവയ്ക്ക വാട്ടിയെടുത്തേക്കണ പാവയ്ക്ക ഉണ്ടല്ലോ, ആ പാവയ്ക്ക നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അച്ചാറൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെസമി ഓയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെസമി ഓയിൽ ചെയ്യുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുക. ഇത് വെളിച്ചെണ്ണ കേട്ടോ, ചെറുതായിട്ടൊരു തണുപ്പുണ്ട്, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കട്ട പിടിച്ചിട്ടിരിക്കുന്നത്. കുറച്ച് പാവയ്ക്ക കൂടുതലുണ്ടല്ലോ, അപ്പോൾ നമ്മൾ പാവയ്ക്ക വാട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണം. അച്ചാറൊക്കെ ആകുമ്പോൾ നമ്മൾ വയറ് നിറച്ച് കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പാവയ്ക്ക ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, കാണിച്ചു തന്നത് അതാട്ടോ. ഇതാണ് ഞാൻ ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ പാവയ്ക്ക ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ അത് വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കേ ഇത്രയ്ക്കായി കുറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് വളർന്ന് വരണം കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് കൂടിയിട്ട് ചേർക്കാം. നമ്മൾ ആ വെള്ളം തിളപ്പിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് പൊട്ടുപ്പില്ല, ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ നോക്കിക്കേ അത് വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എത്ര നന്നായിട്ട് വാട്ടിയിട്ട് എടുക്കണോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പാവയ്ക്കച്ചാറിന്. ഇനി അപ്പോൾ ഇത് നമ്മൾ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്ന പാത്രത്തിലായിരുന്നാലും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ചാറിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ഈ സെയിം പാൻ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി അച്ചാറിലേക്ക് അടുത്തത് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാട്ടത്. ഇതിന് എരിവില്ല എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ സാധാരണ പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്താൽ മതി. ഇതിവിടെ നമ്മുടെ ഇവിടെ ഉണ്ടായതാണ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം. ഇതന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, അതിൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം ചേർക്കണത്.
അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടെരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. നിങ്ങൾ സാധാരണ പച്ചമുളക് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതിവിടെ ഉണങ്ങിയ കറിവേപ്പില കേട്ടോ ഇതിൽ ഇരുന്നത്. നിങ്ങളുടെ അടുത്ത് നല്ല കറിവേപ്പിലേക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചേർത്തോ കറിവേപ്പില. അപ്പോൾ ഈ മുളക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ ആയിരുന്നാലും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപ്പും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതാ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കുറച്ച് നന്നായിട്ട് കൂടുതൽ ചേർത്താം. അപ്പോൾ അച്ചാർ പെട്ടെന്ന് കേടുവരില്ല. ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അച്ചാറിന് മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് വരും. നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോ. കാരണം നിങ്ങളുടെ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞപ്പോൾ ചില പച്ചമുളകിന് നല്ല എരിവുണ്ടാവില്ല. ഇത് നമ്മൾ ഒട്ടും എരിവില്ലാത്ത പച്ചമുളകായിട്ടാണ് ചേർത്തത്. അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് നല്ല എരിവുള്ള അച്ചാർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി മുളക് പൊടി നന്നായിട്ട് മൊരിയട്ടെ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ഉലുവയുണ്ടല്ലോ, ഉലുവ ചേർക്കണം. അത് ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തത് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ കായ ഉണ്ടല്ലോ, ഇതാ 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, പിന്നെ ഇച്ചിരി കൂടി 2.25 ടേബിൾ സ്പൂൺ. അത് ഞാൻ പൊടിച്ചെടുത്തത് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. കായ അത്യാവശ്യം നന്നായിട്ട് ചേർക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല കായത്തിൻ്റെ ഒരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലായിട്ട് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വിനീഗർ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മുടെ അച്ചാറിന് ചെറുതായിട്ടൊരു പുളിരസമൊക്കെ വേണമല്ലോ. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഏകദേശം ഒരു 1/4 കപ്പ്, ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വിനീഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വിനീഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇനി നിങ്ങൾക്ക് അച്ചാറിന് കുറച്ച് ഒരു ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണം പാവയ്ക്ക ചേർക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണം പാവയ്ക്ക ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് പാവയ്ക്ക ചേർക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അച്ചാറിന് ഒരു ഇച്ചിരി ചാറ് പോലെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. പാവയ്ക്ക ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഞാനിവിടെ അച്ചാറിലേക്ക് ഒന്നല്ലെങ്കിൽ ശർക്കര ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക. ഇത് ബ്രൗൺ ഷുഗർ ആട്ടോ, ബ്രൗൺ ആയിട്ടുള്ള പഞ്ചസാരയില്ല, അത് ഒരു ഇച്ചിരി ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ കയ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഞാനിവിടെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട്, കാരണം പുറത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ കളറ് ശരിക്കും കുറച്ചും കൂടി നന്നായിട്ട് കാണാം. ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചാർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ചാറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവസാനം അച്ചാർ റെഡി ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് അച്ചാറിൽ ഒട്ടും ചാറില്ലല്ലോ എന്ന് തോന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പിൻ്റെ കല്ലുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കല്ല്, അല്ലെങ്കിൽ സാധാരണ ഉപ്പിൻ്റെ പൊടി, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് അച്ചാറിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ചൂട് കൂടിയിട്ട് ചേർക്കരുത് കേട്ടോ, ചൂടാറി കഴിഞ്ഞിട്ട് ചേർക്കുക. അങ്ങനെ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് എന്തായിരുന്നാലും നല്ല ഇഷ്ടം. പിന്നെ വെള്ളത്തിലിട്ടിട്ട് നമ്മളങ്ങനെ തിളപ്പിച്ച് നമ്മളിങ്ങനെ വാട്ടിയിട്ട് കോരി എടുക്കില്ലേ, അതിന് കോരിയിട്ട് എടുക്കുമ്പോൾ കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ. ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇടുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് അപ്പോൾ തന്നെ കോരിയിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആകെ പാവയ്ക്ക വെന്ത് കുഴഞ്ഞു പോകട്ടോ. അപ്പോൾ നിങ്ങൾ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും പാവയ്ക്ക ഇഷ്ടമുള്ളവരും എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.